ആത്മമിത്രം ആത്മമിത്രം യേശുയൻ ആത്മമിത്രം. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആത്മമിത്രം ബ്രദറൻ ഡോക്ടറിനൽ മീഡിയയിലെ ഡെയിലി ഡിവോഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ആരോഹണഗീതത്തിലെ അവസാനത്തെ ആരോഹണഗീതമായ 134 സങ്കീർത്തനമാകും. ഏറ്റവും ചെറിയ ആരോഹണ ഗീതമാണ്. 3 വാക്യങ്ങളുള്ള ഈ സങ്കീർത്തനം ഞാൻ വായിക്കുന്നു, ശ്രദ്ധിച്ചാലും. അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായ യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിങ്കലേക്ക് കൈകൾ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ മനോഹരമായ ഒരു ആരോഹണ ഗീതമാണ്. ഈ ആരോഹണ ഗീതം അവസാനിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് കാണുമ്പോൾ വളരെ വളരെ സന്തോഷമുണ്ട്. കാരണം ആരോഹണ ഗീതം നമ്മൾ ആരംഭിക്കുന്നത് 120 സങ്കീർത്തനത്തിലാണ്. അവിടെ നാം ഇങ്ങനെ കണ്ടു: എൻ്റെ കഷ്ടതയിൽ ഞാൻ യഹോവയോട് നിലവിളിച്ചു, അവിടുന്ന് എനിക്ക് ഉത്തരമരുളുകയും ചെയ്തു. യഹോവേ, വ്യാജം പറയുന്ന അധരങ്ങളിൽ നിന്നും വഞ്ചനയുള്ള നാവുകളിൽ നിന്നും എൻ്റെ പ്രാണനെ രക്ഷിക്കണമേ. അപ്പോൾ ആരോഹണഗീതം തുടങ്ങുമ്പോൾ അവിടെ ഒരു പ്രാർത്ഥനയാണ് കാണുന്നത്. ആ പ്രാർത്ഥനയിൽ ദൈവം ഉത്തരമരുളി എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ അവസാനത്തെ ആരോഹണ ഗീതം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. ഈ ആരോഹണ ഗീതത്തിൽ ദൈവത്തെ വാഴ്ത്തുവാൻ, യഹോവയായ ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് ഒരു ആഹ്വാനം നാം കാണുന്നുണ്ട്. ഇവിടെ കാണുന്നത് ഇങ്ങനെയാണ്. 1 വാക്യത്തിൽ, അല്ലയോ രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായ യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ, യഹോവയെ സ്തുതിക്കുവിൻ, യഹോവയെ വാഴ്ത്തുവിൻ, യഹോവയുടെ നാമത്തെ സ്തുതിക്കുവിൻ. ഇവിടെ പറയുന്ന രാത്രികാലങ്ങളിൽ യഹോവയുടെ ആലയത്തിൽ നിൽക്കുന്നവരായ യഹോവയുടെ സകല ദാസന്മാരുമായുള്ളവരെ. മിക്കവാറും നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇവിടെ യാഗവും പിന്നെ ആരാധനയും പിന്നെ സംഗീതവും ഒക്കെ യെരുശലേം ദേവാലയത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ സംഗീതക്കാരായിരിക്കുന്നവർ പാർക്കുന്നു ഉണ്ടെന്ന് ദിനവൃത്താന്തത്തിന്റെ 1 പുസ്തകം 9 അധ്യായം 33 വായിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെ വായിക്കുന്നു: ലേവ്യരുടെ പിതൃഭവനങ്ങളിൽ പ്രധാനന്മാരായ ഇവർ സംഗീതക്കാരായി ആകാരങ്ങളിൽ പാർത്തിരുന്നു. അവർ രാവും പകലും തങ്ങളുടെ വേലയിൽ ഭാരപ്പെട്ടിരുന്നതുകൊണ്ട് മറ്റു ശുശ്രൂഷകളിൽ നിന്നും ഒഴിവുള്ളവരായിരുന്നു. അപ്പോൾ ഇവർ രാവും പകലും യെരുശലേം ദേവാലയത്തിന്റെ ആകാരങ്ങളിൽ പാർത്തിരുന്നു. അവർ സംഗീതക്കാരാണ്. അപ്പോൾ അവരോട് ആണ് പറയുന്നതെന്ന് നമുക്ക് ഊഹിക്കുവാനായിട്ട് കഴിയും. അപ്പോൾ സംഗീതക്കാരായിരിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരാഹ്വാനമാണ്: യഹോവയെ വാഴ്ത്തുവിൻ, യഹോവയ്ക്ക് സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുവിൻ. അത് മാത്രമല്ല, എല്ലാവരും നാം വായിക്കുമ്പോൾ, ദൈവത്തിന്റെ വചനം പഠിക്കുമ്പോൾ, കേവലം ആലയങ്ങളിൽ താമസിക്കുന്നവർ അല്ലെങ്കിൽ ആലയങ്ങളിൽ ആരാധനാലയങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്നവർ മാത്രമല്ല, എല്ലാവരും എന്ത് ചെയ്യണം? ദൈവത്തെ വാഴ്ത്തണമെന്നാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വെളിപ്പാട് പുസ്തകം 19 അധ്യായം 5 വാക്യത്തിൽ അവിടെ സ്വർഗത്തിൽ നടക്കുന്ന ആരാധന കാര്യങ്ങളെ കുറിച്ച് പറയുന്നത്: ദൈവത്തിന്റെ സകലദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പുറപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പോൾ ദൈവത്തിന് വേണ്ടി ആരാധന അർപ്പിക്കുന്നവർ അല്ലെങ്കിൽ ദൈവത്തിനെ ആരാധിക്കുന്നവർ, ദൈവത്തെ വാഴ്ത്തുന്നവർ എല്ലാവരുമാണ്. ദൈവത്തിന്റെ ദാസന്മാർ, ഭക്തന്മാർ, ചെറിയവരും വലിയവരുമായുള്ള എല്ലാവരും ദൈവത്തെ വാഴ്ത്തണം എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. 103 സങ്കീർത്തനം 21 വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ കാണുവാൻ കഴിയും: അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അപ്പോൾ യഹോവയെ വാഴ്ത്തുവിൻ, യഹോവയെ സ്തുതിക്കുവിൻ എന്നുള്ള ഒരു ആഹ്വാനമാണ്. പ്രിയപ്പെട്ടവരെ, നാം എപ്പോഴും ദൈവത്തെ സ്തുതിക്കേണ്ടതാകുന്നു, നാം എപ്പോഴും ദൈവത്തെ വാഴ്ത്തേണ്ടതാകുന്നു, നാം എപ്പോഴും ദൈവത്തിന് സ്തുതി സ്തോത്രങ്ങൾ, സ്തോത്രയാഗങ്ങൾ അർപ്പിക്കേണ്ടതാകുന്നു.
അല്ലേ? എബ്രായലേഖനം 13 അധ്യായത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: അധരബലമെന്ന സ്തോത്രയാഗം എപ്പോഴും ദൈവത്തിന് സമർപ്പിക്കുവിൻ, ദൈവത്തിന് അർപ്പിക്കുവിൻ. ഈ നാളുകളിൽ നാം കാളയെയോ പശുവിനെയോ പ്രാക്കളെയോ ഒന്നുമല്ല കൊണ്ടുപോകുന്നത്. നമ്മുടെ അധരഫലമാവുന്ന സ്തോത്രയാഗമാണ് ദൈവത്തിനായിട്ട് അർപ്പിക്കേണ്ടത്. അതുകൊണ്ട് എല്ലാവരും യഹോവയെ വാഴ്ത്തണം. രണ്ടാമത്തെ വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈകൾ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. വിശുദ്ധ മന്ദിരത്തിങ്കിലേക്ക് കൈകൾ ഉയർത്തി യഹോവയെ വാഴ്ത്തുവിൻ. അപ്പോൾ ഈ യഹൂദന്മാരുടെ ഒരു സിസ്റ്റമാണ്. അവർ പ്രാർത്ഥിക്കുമ്പോൾ അവരെവിടെ നിന്നാണ് പ്രാർത്ഥിക്കുന്നത്? അവർ യെരുശലേം ദേവാലയത്തിന് നേർക്ക് അവർ നോക്കി, അല്ലെങ്കിൽ യെരുശലേം ദേവാലയത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് ആണ് അവർ ദൈവത്തെ സ്തുതിക്കുന്നത്, ദൈവത്തെ വാഴ്ത്തുന്നത്. നാം ദാനിയേലിന്റെ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്ന ഒരു കാര്യം, ദാനിയേല് തൻ്റെ മാളികയുടെ കിളിവാതിൽ തുറന്ന് യെരുശലേമിലേക്ക് നോക്കിക്കൊണ്ടാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അതുമാത്രമല്ല, യഹൂദന്മാരെല്ലാവരും അങ്ങനെയാണ് ചെയ്യുന്നത്. അനേകം ഉദാഹരണങ്ങളുണ്ട്, പറയുവാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപ്പോൾ എല്ലാവരും യെരുശലേമിലേക്ക് നോക്കി അവർ കൈകളെ ഉയർത്തി അവർ യഹോവയെ സ്തുതിക്കുന്നത് കാണുവാൻ സാധിക്കും. അപ്പോൾ അവിടെ സങ്കീർത്തനത്തിൽ 28-ാം സങ്കീർത്തനത്തിൽ ദാവീദ് പറയുന്നുണ്ട്: ഞാൻ എൻ്റെ കൈകളെ വിശുദ്ധാന്ത മന്ദിരത്തിങ്കിലേക്ക് ഉയർത്തി നിന്നോട് നിലവിളിക്കുമ്പോൾ എൻ്റെ യാതനകളുടെ ശബ്ദം കേൾക്കണമേ എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. പിന്നെ സങ്കീർത്തനം 141:2 പറയുന്നത്: എൻ്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ ധൂപമായും എൻ്റെ കൈകളെ മലർത്തുന്നത് സന്ധ്യായാഗമായും തീരട്ടെ എന്ന് നമുക്ക് അവിടെ കാണുവാനും സാധിക്കും. അതിന് 63-ാം സങ്കീർത്തനം 4-ാമത്തെ വാക്യത്തിൽ: എൻ്റെ ജീവകാലമൊക്കെ ഞാൻ അങ്ങനെ നിന്നെ വാഴ്ത്തും, നിന്റെ നാമത്തിൽ ഞാൻ എൻ്റെ കൈകളെ മലർത്തും, അല്ലെങ്കിൽ കൈകളെ ഉയർത്തുമെന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. അപ്പോൾ ഈ കൈകൾ ഉയർത്തി അല്ലെങ്കിൽ കൈകളെ മലർത്തുമ്പോൾ അത് യാചനയ്ക്ക് വേണ്ടിയുള്ള ഒരു ചിഹ്നമായിട്ട് കാണുവാൻ സാധിക്കും. കൈകൾ ഉയർത്തുമ്പോൾ അത് എന്തായിട്ട് മാറുന്നു? ആ ദൈവത്തെ ആരാധിക്കുന്നതായിട്ട്, ദൈവത്തെ സ്തുതിക്കുന്നതായിട്ട് കാണുവാനായിട്ട് കഴിയും. അത് യഹൂദന്മാരുടെ ഒരു രീതിയാണ്. ആ രീതി ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചാൽ അത് തെറ്റൊന്നും ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൽ യാതൊരു തെറ്റ്. ചില സഭാവിഭാഗങ്ങൾ എപ്പോഴും അങ്ങനെ പറയുന്നതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു അലോരസം ഉണ്ടാകുവാനായിട്ട് ഇടയുണ്ട്. എന്നാൽ അങ്ങനെയല്ല. നമ്മൾ പുതിയ നിയമത്തിലും തീമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ട്: ആകയാൽ പുരുഷന്മാർ എല്ലായിടത്തും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിടെ നമ്മൾ വിശുദ്ധ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ആക്ഷരികമായിട്ട് നമ്മുടെ കൈകളെ ഉയർത്തി പ്രാർത്ഥിക്കാം, തെറ്റില്ല. എന്നാൽ അവിടെ ഇങ്ങനെയും ഒരു വ്യാഖ്യാനം നൽകുന്നുണ്ട്: നമ്മുടെ ജീവിത വിശുദ്ധിയെ ആണ് കാണിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. കാരണം നമ്മൾ കൈകൾ ഉയർത്തുന്നതും കൈകൾ മലർത്തുന്നതും ദൈവത്തിൻ്റെ സന്നിധിയിൽ അത് അങ്ങനെ ചെയ്താൽ അത് ബാഹരീയമായ ഒരു പ്രകടനമായി മാത്രം ആയിത്തീരും എപ്പോൾ നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി ഇല്ല എങ്കിൽ. അപ്പോൾ നമ്മൾ വിശുദ്ധി ഇല്ലാതെ, ദൈവത്തോട് കൂട്ടായ്മയില്ലാതെ, നമ്മൾ വിശുദ്ധരല്ലാതെ, അല്ലെങ്കിൽ നമ്മുടെ ജീവിത വിശുദ്ധി ഇല്ലാതെ നമ്മൾ കൈകൾ ഉയർത്തിയതുകൊണ്ടോ കൈകൾ മലർത്തിയതുകൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. എന്നാൽ നമ്മൾ ജീവിത വിശുദ്ധിയിൽ ആയിരുന്നുകൊണ്ട് നമുക്ക് കൈകളെ ഉയർത്തി ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം ആ ആരാധന സ്വീകരിക്കുകയും ദൈവം ആ പ്രാർത്ഥന കേൾക്കുകയും ചെയ്യും. 3-ാമത്തെ വാക്യം ഇങ്ങനെയാണ് അവസാനിക്കുന്നത്: ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹം വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അതാണ് പറയുന്നത്: ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നാം 2-ാമത്തെ ആരോഹണ ഗീതത്തിൽ നമ്മൾ അങ്ങനെ ഒരു വാക്യം വായിക്കുവാനായിട്ട് ഇടയായി. 121-ാം സങ്കീർത്തനം: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശങ്ങളെയും ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്നും വരുന്നു. അപ്പോൾ പർവ്വതത്തിൽ ഉയരങ്ങളിൽ വസിക്കുന്നവനാണ് നമ്മുടെ ദൈവം, സ്വർഗാദി സ്വർഗങ്ങളിൽ വസിക്കുന്ന ദൈവം, ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സൃഷ്ടികർത്താവായ ദൈവം സിയോനിൽ നിന്ന്, യഹോവയുടെ സന്നിധിയിൽ നിന്ന് നിന്നെ, ഇസ്രായേലിനെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറയുന്നു. നമ്മയും അനുഗ്രഹിക്കുന്നത് ഈ സ്വർഗീയ ദൈവമാണ്. നമ്മെ രക്ഷിച്ച
നമ്മുടെ പാവങ്ങൾക്ക് പരിഹാരമായിട്ട് ഒരു ബലി അർപ്പിക്കുവാനായിട്ട് തൻ്റെ ഏകജാതനായ പുത്രനെ നൽകിയ സ്നേഹവാനായ കരുണാമയനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും, നമ്മെ പുലർത്തും, നമ്മെ പരിപാലിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ജീവിത വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ആരാധിക്കാം. ജീവിത വിശുദ്ധിയോടുകൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥനകളും യാചനകളും അർപ്പിക്കാം. ദൈവം, സാക്ഷാൽ ദൈവം, സൃഷ്ടികർത്താവായ ദൈവം, നമ്മെ സ്നേഹിക്കുന്ന കരുണാമയനായ ദൈവം നമ്മെ അനുഗ്രഹിക്കും. നിശ്ചയം ദൈവം നമ്മെ അതിനായിട്ട് ഒരുക്കുമാറാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ധ്യാനചിന്ത അവസാനിപ്പിക്കാം. ദൈവമായ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ നല്ല രാവിലെ സമയത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദൈവത്തെ വാഴ്ത്തുവാനും ദൈവത്തെ സ്തുതിക്കുവാനുള്ള ആഹ്വാനം ഞങ്ങൾക്ക് കേൾക്കുവാനായിട്ട് ഇടയായി. ജീവിത വിശുദ്ധിയോടുകൂടെ ദൈവത്തെ ആരാധിക്കുവാനും ഉള്ള ആഹ്വാനവും നമുക്ക് കാണുവാനായിട്ട് ഇടയായി. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവം ആകാശവും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയായ ദൈവമാണ് ഞങ്ങളെ അനുഗ്രഹിക്കുന്നുള്ള കാര്യവും മനസ്സിലാക്കുവാനായിട്ട് ഇടയായി. ദൈവമായ കർത്താവെ, അടിയനെയും അടിയന്റെ ശബ്ദം കേൾക്കുന്ന ഏവരെയും ജീവിത വിശുദ്ധിയോടുകൂടെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാനും ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് പ്രാർത്ഥന കഴിക്കുവാനും സഹായിക്കണമെന്ന് അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവിന്റെ രക്ഷിതാവായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ.